നമസ്കാരം. പ്രധാന വാർത്തകൾ. മലയാള സിനിമയുടെ വലിയേട്ടന് ആദരം. ആദ്യ കൃഷ്ണാഞ്ജലി പുരസ്കാരം അഭിനയകുലപതി മധുവിന് തിരുവനന്തപുരം. മലയാള ചലച്ചിത്ര ലോകത്തെ രണ്ട് മഹാരഥന്മാരുടെ ഓർമ്മകൾ പൂത്തുലയുന്ന വേദിയിൽ മലയാളത്തിന്റെ പ്രിയനടൻ മധുവിന് ആദരം. പ്രശസ്ത സംവിധായകൻ എം. കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഭാരത് ഭവനും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയും സംയുക്തമായി ഏർപ്പെടുത്തിയ പ്രഥമ കൃഷ്ണാഞ്ജലി പുരസ്കാരത്തിനാണ് മധു അർഹനായത്. വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ചരിത്രം ചേർത്തുവെച്ച സുവർണകാലം. കറുപ്പും വെളുപ്പും സിനിമകളുടെ കാലത്ത് എം. കൃഷ്ണൻ നായരുടെ ആക്ഷൻ പറയുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ മധു പകർന്നാടിയത് മലയാള സിനിമയുടെ സുവർണ ചരിത്രമാണ്. വയലാർ രാമവർമ്മയുടെ അനശ്വരമായ വരികൾ മധുവിന്റെ കഥാപാത്രങ്ങളിലൂടെ വെള്ളിത്തിരയിൽ അനശ്വരമായി. ഈ ഗൃഹാതുരമായ ഓർമ്മകളെ പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ പുരസ്കാരത്തിന് പിന്നിലെന്ന് ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ പറഞ്ഞു. കേവലം ഒരു അവാർഡ് എന്നതിലുപരി മലയാള സിനിമയെ കെട്ടിപ്പടുത്ത ഒരു തലമുറയുടെ ഒത്തുചേരൽ കൂടിയാണിത്. ലൊക്കേഷനിലെ പഴയ അനുഭവങ്ങൾ. പുരസ്കാര പ്രഖ്യാപന വേളയിൽ പഴയകാല സിനിമ ലൊക്കേഷനുകളിലെ അപൂർവമായ അനുഭവങ്ങളും പങ്കുവെക്കപ്പെട്ടു. എം. കൃഷ്ണൻ നായരുടെ കർക്കശമായ അച്ചടക്കവും വയലാർ രാമവർമ്മയുടെ കവിത തുളുമ്പുന്ന സംഭാഷണങ്ങളും മധു എന്ന നടന്റെ അനായാസമായ അഭിനയ ശൈലിയും ഒത്തുചേർന്നപ്പോൾ പിറന്നത് കാവ്യമേള പോലുള്ള ക്ലാസിക്കുകളാണ്. അന്നത്തെ ഷൂട്ടിംഗ് സെറ്റുകളിൽ മധുവും കൃഷ്ണൻ നായരും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധം സിനിമാലോകത്ത് ഇന്നും വലിയ മാതൃകയാണ്. ആദരവ്. മധുവിന്റെ വസതിയിൽ വാർദ്ധക്യസഹജമായ കാരണങ്ങളാൽ പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മധുവിനെ തേടി അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് പുരസ്കാരം എത്തുന്നത്. മെയ് 9-ന് വൈകുന്നേരം 3 മണിക്ക് സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പുരസ്കാരം കൈമാറും. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. സ്മൃതിപ്പന്തലിൽ കാവ്യമേള ഉയരും. മെയ് 10-ന് ഭാരത് ഭവനിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ചലച്ചിത്ര മേഖലയിലെ വൻനിര തന്നെ അണിനിരക്കും. KSFDC ചെയർമാൻ കെ. മധു ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നിർമ്മാതാവ് ജി. സുരേഷ് കുമാർ, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സിസ്റ്റർ അജോയ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൃഷ്ണൻ നായരുടെ മകനും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ. ജയകുമാർ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി പ്രദർശനം പരിപാടിയുടെ പ്രധാന ആകർഷണമാകും. പഴയകാലത്തെ പാട്ടുകളും സിനിമാ പ്രദർശനവുമായി തലസ്ഥാന നഗരി ഒരു ദിവസം മുഴുവൻ മലയാള സിനിമയുടെ സുവർണ കാലത്തിലേക്ക് തിരിച്ചു നടക്കും.